ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗാധരൻ്റെ നിന്ന് അടിയൊക്കെ കിട്ടിയ ഒരു വിഷമത്തിൽ ടേബിളിൽ തല ചായച്ചിരിക്കുകയാണ് കേട്ടോ വൈജയന്തി. ഈ സമയത്ത് ബബിതയും കൃഷ്ണമോളും അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഞങ്ങളൊന്നും അറിയാൻ പാടില്ലാത്ത കുറേ രഹസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തിക്കാണെങ്കിൽ ആകെ നാണക്കേടാവുന്നുണ്ടത്. പിന്നെ വൈജയന്തി മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, ഞാൻ അടങ്ങി നിന്നില്ലെങ്കിൽ ആഗ്രയിലെ കഥകളൊക്കെ ബാലേന്ദ്രനോടും മക്കളോടും പറയുന്നതാണ് ഗംഗേട്ടൻ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയതെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അത് നീ നന്നായി ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ആഗ്രയിലെ കാര്യങ്ങളൊക്കെ നിൻ്റെ ഭർത്താവും മക്കളും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവരറിയാതെ നോക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നീയും കുറച്ചൊക്കെ അടങ്ങണം എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണേ. അപ്പോൾ പക്ഷേ അലീനരെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഈ വൈജയന്തിക്ക് വീണ്ടും വീണ്ടും ദേഷ്യം വരുന്നത്. അപ്പോൾ വൈജയന്തി ആണെങ്കിലും മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ വൈജയന്തിക്ക് ആകെ വല്ലാത്ത ഒരു അവസ്ഥ വരികയാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് ബബിതനോട് കൃഷ്ണമോള് പറയുന്നുണ്ട്, അലീന ചേച്ചി പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് മാറുന്നുണ്ടെങ്കിൽ അലീന ചേച്ചി പോയിക്കോട്ടെ എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് അവസാനം കൃഷ്ണമോള് വരെ പറയാണ്. അപ്പോൾ അലീന പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം തീരുള്ളൂ എന്ന് എല്ലാവരും പരസ്പരം മനസ്സിലാക്കാണ്. അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് വന്നിട്ട് മുത്തശ്ശിനോട് സംസാരിക്കുമ്പോൾ അലീന പറയാണ്, എന്തായാലും ഗംഗാധരനും ബാലേന്ദ്രനും ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ മുത്തശ്ശിനോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാണ് അലീന. ഞാൻ എന്തായാലും പോകുന്നില്ല മുത്തശ്ശി, എന്തായാലും സാറിന് കുറവാവട്ടെ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നത് അലീനോട് പോകണം എന്ന് തന്നെയാണ് കേട്ടോ. നീ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല എന്ന് തന്നെ പറയുമ്പോൾ മുത്തശ്ശിക്ക് ഞാൻ പോകണം തന്നെയാണ് ആണല്ലേ എന്ന് അലീന മുത്തശ്ശിയോട് ചോദിക്കുകയാണ്.